കഥയുടെ തുടക്കത്തിൽ തന്നെ ആഫ്രിക്കയിലെ കോങ്കോയിലേക്ക് ബെൽജിയംകാരനായ റാം ഡയമണ്ട് അന്വേഷിച്ച് വരികയാണ്. കോങ്കോയിലെത്തിയ റാമും പട്ടാളക്കാരും അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരെ വെടിവെച്ച് കൊന്നു. ഇതിനുശേഷം വീണ്ടും കാട്ടിലൂടെ ഡയമണ്ട് അന്വേഷിച്ച് പോകുന്ന വഴിക്ക് ട്രൈബൽസ് ഗ്രൂപ്പ് അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. റാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ഓരോരുത്തരെയായി അവർ കൊന്നു വീഴ്ത്താൻ തുടങ്ങി. അവസാനം റാമിന്റെ കമാൻഡറെയും അവർ കൊന്നു വീഴ്ത്തി. ഷീൽഡുകൾക്കുള്ളിൽ ഒളിച്ചിരുന്ന റാമിനെ അവർ വളഞ്ഞു. അപ്പോഴേക്കും ആ ട്രൈബലിന്റെ ചീഫ് ഓഫ് എംബോംഗ അങ്ങോട്ടേക്ക് വന്നു. എംബോംബയെ കണ്ട റാം പറയും, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയാണ് വന്നത്. നീ എന്നെ കാണാൻ വേണ്ടിയല്ല വന്നത്, ഈ ഡയമണ്ട്സ് എടുക്കാൻ വേണ്ടിയാണ് വന്നതെന്ന് എനിക്കറിയാം. നീ എനിക്ക് ഒരാളെ പിടിച്ചു തന്നാൽ ഇവിടെയുള്ള ഡയമണ്ട്സ് എല്ലാം നിനക്ക് തരാമെന്ന് എംബോംഗ പറയും. അത് ആരാണെന്ന് റാം ചോദിക്കുമ്പോൾ ടാർസൻ എന്ന് എംബോംഗ പറയും. എന്നാൽ ഇതേ സമയം ബ്രിട്ടീഷ് പാർലമെന്റിൽ അവിടുത്തെ പ്രധാനമന്ത്രി രാജാവിനോട് പറയും, ബെൽജിയം രാജാവ് താങ്കളെ ആഫ്രിക്കയിലെ കോങ്കോയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ അവർ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ കാണാൻ വേണ്ടിയാണ് താങ്കളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി രാജാവിനോട് പറയും. എന്നാൽ അപ്പോഴേക്കും അമേരിക്കൻ പ്രതിനിധിയായ വില്യം അങ്ങോട്ടേക്ക് വന്ന് ബെൽജിയം രാജാവിന്റെ ഉദ്ദേശം ചാരിറ്റിയൊന്നുമല്ല, ടാർസൻ അവിടെ എത്തിയെന്നറിയുമ്പോൾ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ അയാൾക്കൊരു പബ്ലിസിറ്റി കിട്ടും, അതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് പറയും. ഇത് കേട്ട ഉടനെ തന്നെ കിങ് ഞാൻ ബെൽജിയം രാജാവിന്റെ ഇൻവിറ്റേഷൻ സ്വീകരിക്കുന്നില്ല എന്ന് പറയും. അതിനുശേഷം കിങ് വില്യത്തോട് പറയും, എന്റെ പേര് ഇപ്പോൾ ടാർസൻ എന്നല്ല, ഞാൻ ലോർഡ് ക്ലൈറ്റന്റെ മകൻ ജോൺ ക്ലൈറ്റൻ ആണ്, അത് നീ മറന്നു പോകണ്ട എന്ന് കിങ് വില്യത്തോട് പറഞ്ഞ ശേഷം അവിടെ നിന്ന് പോകും. അപ്പോഴേക്കും കിങ്ങിന്റെ അടുത്തേക്ക് വന്ന് വില്യം സോറി പറയും. കിങ് വണ്ടിയിലേക്ക് കയറുമ്പോൾ വില്യം അടുത്തേക്ക് വന്ന്, നിങ്ങൾ തീർച്ചയായും ബെൽജിയത്തിന്റെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് കോങ്കോയിലേക്ക് പോകണം, കാരണം ബെൽജിയം അവിടെ ഒരുപാട് ആൾക്കാരെ അടിമകളാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ അവരെ രക്ഷിക്കണം. ഇതേ സമയം കിങ് തന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ആലോചിക്കും. കിങ്ങിന്റെ അച്ഛനായ ലോർഡ് ക്ലൈറ്റനും അമ്മയും ഒരു കപ്പൽ അപകടത്തിൽപ്പെട്ട് ആഫ്രിക്കയിൽ പെട്ടുപോകുകയായിരുന്നു. ആ സമയത്താണ് ആഫ്രിക്കയിൽ വെച്ച് കിങ് ജനിക്കുന്നത്. കിങ് ജനിച്ചപ്പോൾ തന്നെ അമ്മ മരിച്ചു പോകും. ലോർഡ് ക്ലൈറ്റൻ തന്റെ ഭാര്യയെ അടക്കം ചെയ്ത് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കൂട്ടം ഗറില്ലാസ് ക്ലൈറ്റനെ അറ്റാക്ക് ചെയ്യും. ക്ലൈറ്റൻ ഓടി രക്ഷപ്പെടാൻ നോക്കുമെങ്കിലും ക്ലൈറ്റനെ അവർ കൊല്ലും. അപ്പോഴേക്കും ജോണിന്റെ കരച്ചിൽ കേട്ട് മുകളിലേക്ക് കയറി വരുന്ന മാമ്പ എന്ന് പേരുള്ള അമ്മ ഗൊറില്ല ജോണിനെ തന്റെ മകനെ പോലെ സംരക്ഷിക്കും. അങ്ങനെ കിങ് തന്റെ ക്യൂനായ ആലീസിനെ കാണാനായി കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ കിങ്ങിന്റെ അടുത്ത് വന്ന് ചോദിക്കും, എന്താണ് താങ്കളുടെ കൈ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. അത് താൻ കാട്ടിൽ ജീവിച്ചത് കൊണ്ട് കൈയിലൊക്കെ ഫോർമേഷൻ വന്നു എന്ന് പറയും. അതിനുശേഷം കിങ്ങും ക്യൂനും കൂടി അവരുടെ റൂമിലേക്ക് പോകും. കിങ്ങിനോടൊപ്പം ആഫ്രിക്കയിലേക്ക് പോകാൻ ക്യൂനും തയ്യാറായി നിൽക്കുകയായിരുന്നു. എന്നാൽ നിനക്ക് ഓൾറെഡി തന്നെ ഒരു അബോർഷൻ ആയിട്ടുണ്ട്, ആഫ്രിക്ക ഒട്ടും സേഫ് അല്ല, അതുകൊണ്ട് നീ അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് കിങ് ആലീസിനെ പൂട്ടിയിട്ട ശേഷം പുറത്തേക്ക് പോകും. വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ കിങ് ജോൺ വളർന്നതെല്ലാം ഗൊറില്ലകളുടെ കൂടെ കാട്ടിലാണ്. അമ്മ ഗൊറില്ലയ്ക്ക് ജോണിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു കൂട്ടം ഗൊറില്ല ജോണിനെ അറ്റാക്ക് ചെയ്യാനായി വരും. എന്നാൽ അപ്പോഴേക്കും അമ്മ ഗൊറില്ല അങ്ങോട്ടേക്ക് എത്തി മറ്റ് ഗൊറില്ലാസിനെ അടിച്ചോടിച്ച് ജോണിനെ രക്ഷിക്കും. വീണ്ടും പ്രസന്റിലേക്ക് വന്നാൽ ആലീസ് കിങ് തന്നെ ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോകാത്തതിൽ വിഷമിച്ചിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ജോൺ അവിടേക്ക് വന്ന്, നീ വിഷമിക്കേണ്ട, നിന്നെ ഞാൻ ആഫ്രിക്കയിലേക്ക് കൊണ്ടുപോകാം, നിന്നെ ഞാൻ നിന്റെ ആഫ്രിക്കയിലെ വളർത്തച്ഛൻ കൂംബ ചീഫിന്റെ അടുത്താക്കിയിട്ട് കോങ്കോയിലേക്ക് പോകുമെന്ന് പറയും. ഇത് കേട്ട് ആലീസിന് ഒരുപാട് സന്തോഷമാകും. അങ്ങനെ കിങ്ങും ആലീസും വില്യമും ആഫ്രിക്കയിലെത്തും. കോങ്കോയിലേക്ക് പോകുന്നതിന് മുൻപ് ക്യൂൻ ആലീസിനെ തന്റെ വളർത്തച്ഛന്റെ അടുത്തേക്ക് ആക്കാനായി പോകുകയാണ് അവർ. അങ്ങനെ പോകുമ്പോഴേക്കും പെട്ടെന്ന് ഒരു കൂട്ടം കടുവകൾ കിങ്ങിന്റെ അടുത്തേക്ക് വന്ന് സ്നേഹപ്രകടനം കാണിക്കാൻ തുടങ്ങും. ഇത് കണ്ട് വില്യം പേടിച്ച് നിൽക്കുമ്പോൾ ക്യൂൻ പറയും, ആ കടുവകൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ മുതൽ ജോണിനോട് വലിയ സ്നേഹമായിരുന്നു എന്ന് ക്യൂൻ പറയും. എന്നാൽ ഇതേ സമയം ബോമയിൽ കിങ് ജോണിനെ വെൽക്കം ചെയ്യാനായി ബെൽജിയം രാജാവിന്റെ പ്രതിനിധികൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ റാമും ഉണ്ടായിരുന്നു. എന്നാൽ രാജാവ് ബോമയിൽ എത്താത്തത് കാരണം പാസഞ്ചേഴ്സ് ലിസ്റ്റ് നോക്കുകയാണ് റാം. എന്നാൽ അപ്പോഴേക്കും ബെൽജിയം ചീഫ് റാമിനോട് ചോദിക്കും, നമ്മൾ അയാളെ ട്രാപ്പ് ചെയ്യാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി അയാൾ രക്ഷപ്പെട്ടതായിരിക്കുമെന്ന്. റാം അപ്പോഴേക്കും പറയും, അയാൾ ആഫ്രിക്കയിൽ വന്നിട്ടുണ്ട്, പക്ഷേ കൂംബയിൽ അയാൾ ഇറങ്ങി, അയാളെ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ട്രൈബ് നമുക്ക് വജ്രങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് റാം തന്റെ ചീഫിനോട് പറയും. ഇതേ സമയം ആലീസിനെ കൂംബയിലാക്കാനെത്തിയ ജോണിനെ കണ്ട് ആഫ്രിക്കൻ ട്രൈബിന്റെ ചീഫ് ജോണിന്റെ അടുത്തേക്ക് വന്ന്, ടാർസ നിന്നെ കണ്ടിട്ട് എത്ര നാളായി എന്ന് പറയും. അപ്പോഴേക്കും തന്റെ വളർത്തച്ഛനെ കണ്ട സ്നേഹത്തിൽ ആലീസ് ഓടി വന്ന് അയാളെ കെട്ടിപ്പിടിക്കും. ആലീസ് എത്തിയതറിഞ്ഞ് ആലീസിന്റെ സ്റ്റെപ്പ് ബ്രദറും ഓടി വരും. അതിനുശേഷം ടാർസൻ മടങ്ങി വരുന്നത് വരെ ആലീസിന് താമസിക്കാനായി അവരുണ്ടാക്കിയ ഹട്ടിലേക്ക് ആലീസിനെയും കൊണ്ടുപോകും. അങ്ങനെ അന്ന് രാത്രി ആലീസും ടാർസനും വില്യമും എത്തിയത് കൊണ്ട് തന്നെ പാട്ടൊക്കെ പാടി അവർ ആഘോഷിക്കുകയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് ടാർസന് തന്റെ പഴയ കാലം ഓർമ്മ വരും. താൻ കാട്ടിലായിരുന്നപ്പോൾ തങ്ങളെ ആക്രമിക്കാൻ വന്ന കടുവയെ ഗറില്ലകളോടൊപ്പം ആക്രമിച്ചതും തന്റെ അമ്മ ഗറില്ല തന്നെ ഒരുപാടധികം സ്നേഹിച്ചതും എംബോഗ ട്രൈബ് ഗറില്ലകളെ ആക്രമിക്കാൻ വന്നതെല്ലാം അവന് ഓർമ്മ വരും.
അപ്പോഴേക്കും ആലീസിനെ നോക്കുന്ന ടാർസന് ആലീസിനെ ആദ്യം കാട്ടിൽ വെച്ച് കണ്ടത് ഓർമ്മ വരും. ആലീസ് കുംബുക ട്രൈബൽ കുട്ടികളോടൊപ്പം കളിക്കുകയായിരുന്നു. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിലെ ആരോ പോണത് കണ്ട് ആലീസ് അത് ആരാണെന്ന് ചോദിക്കുമെങ്കിലും ടാർസൻ ഒളിച്ചിരിക്കും. ആലീസ് പയ്യെ ടാർസന്റെ അടുത്തേക്ക് വരും. ടാർസൻ ആദ്യമായാണ് ഒരു പെൺകുട്ടിയെ കാണുന്നത്. അവൻ പയ്യെ അവളുടെ അടുത്ത് വന്ന് അവളുടെ മുടിയും ശരീരവും എല്ലാം സ്മെല്ല് ചെയ്ത് നോക്കും. എന്നിട്ട് അവൻ വേഗം അവിടെ നിന്ന് ഓടിപ്പോകും. അങ്ങനെ അന്നത്തെ പാട്ടൊക്കെ കഴിഞ്ഞ് ആലീസും ടാർസനും പോയി കിടന്നുറങ്ങുകയാണ്. എന്നാൽ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ബെൽജിയംകാരനായ റാമും അയാളുടെ പട്ടാളക്കാരനും കുംബുക ട്രൈബ്സിന്റെ അടുത്തേക്ക് വരും. അതിനുശേഷം കുംബുക ട്രൈബൽ ചീഫിനോട് ടാർസനെ വിട്ടുതരണമെന്ന് പറയുമെങ്കിലും അവർ അതിനെ അനുവദിക്കില്ല. എന്നാൽ ഉറങ്ങിക്കിടന്ന ടാർസന്റെ കൈകൾ കെട്ടി അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അവിടെ മാറി ഒളിച്ചിരുന്ന വില്യം അവർക്ക് നേരെ വെടിവെച്ച് ടാർസനെ രക്ഷിക്കും. ടാർസനെ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലും തങ്ങളുടെ കയ്യിൽ കിട്ടിയ ആലീസിനെയും കൊണ്ട് റാമും ടീമും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. ബെൽജിയംകാരനായ റാമിന്റെയും ടീമിന്റെയും അറ്റാക്കിൽ കൊംബുക ട്രൈബിന്റെ ചീഫ് മരിച്ചിരുന്നു. തന്റെ വൈഫിനെ കപ്പലിലാണ് അവർ തട്ടിക്കൊണ്ടുപോയതെന്ന് മനസ്സിലാക്കിയ ടാർസൻ റാമിനെയും ടീമിനെയും പിടിക്കാനായി പ്ലാൻ തയ്യാറാക്കും. അതിനുശേഷം കൊംബുക ടീമിലെ ട്രൈബ്സിനെയും കൊണ്ട് ആലീസിനെ രക്ഷിക്കാനായി പോകും. വില്യമും അവരോടൊപ്പം പോകും. ആലീസിനെയും തട്ടിക്കൊണ്ടു പോകുകയായിരുന്ന റാം ആലീസിന്റെ അടുത്ത് വന്ന് പറയും, നിന്നെ തേടി എന്തായാലും നിന്റെ ഹസ്ബൻഡ് വരും. അപ്പോൾ അവനെ പിടിച്ച് ഞങ്ങൾ എംബോഗ ട്രൈബൽസിന് കൊടുക്കും. അവർ ഞങ്ങൾക്ക് ഡയമണ്ട്സ് തരും എന്ന് പറഞ്ഞ് റാം അവിടെ നിന്ന് പോകും. ആലീസിനെ കൂടാതെ ആലീസിന്റെ സ്റ്റെപ്പ് ബ്രദറും അവരുടെ കയ്യിൽ പെട്ടിരുന്നു. എന്നാൽ ഇതേ സമയം ടാർസനും കൂട്ടരും ആലീസിനെ രക്ഷിക്കാനായി കാട്ടിലൂടെ ഓടി വരികയാണ്. ഓടി അവസാനം അവരൊരു മലയുടെ അറ്റത്തേക്ക് എത്തും. അപ്പോഴേക്കും വില്യം അവിടേക്ക് വന്ന് നമ്മൾ എങ്ങനെ ഇവിടെ നിന്ന് പോകുമെന്ന് പറയുമ്പോഴേക്കും ടാർസൻ അവിടെ നിന്ന് താഴേക്ക് എടുത്തു ചാടും. കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും എടുത്തു ചാടും. ഒരു വഴിയുമില്ലാതെ വില്യമും എടുത്തു ചാടും. എന്നാൽ താഴേക്ക് വന്ന് വീണ വില്യത്തിന് ടാർസന്റെ കൂടെ ഓടിയെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ ടാർസൻ വില്യത്തെ തന്റെ തോളിൽ കയറ്റി അടിമകളെയും കൊണ്ടുപോകുന്ന ട്രെയിനിന്റെ മുകളിലേക്ക് എടുത്തു ചാടി. അതിനുശേഷം ട്രെയിനിന്റെ ഉള്ളിലേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന ബെൽജിയം പട്ടാളക്കാരെ എല്ലാം ടാർസൻ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും പട്ടാളത്തിന്റെ ജനറൽ അങ്ങോട്ടേക്ക് വന്നു. കണ്ടപാടെ ടാർസൻ അയാളെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. ഇത് കണ്ട അവിടെ ഉണ്ടായിരുന്ന ബാക്കി പട്ടാളക്കാരെല്ലാം പേടിച്ചു പോയി. എന്നാൽ അപ്പോഴേക്കും ട്രെയിനിലുണ്ടായിരുന്ന എഞ്ചിനീയറെയും പിടിച്ചുകൊണ്ട് വരുമ്പോൾ ആ കൂട്ടത്തിലെ ഒരു പട്ടാളക്കാരൻ പറയും, മരിച്ചാലും ഇവരോടൊന്നും പറയരുതെന്ന്. അപ്പോഴേക്കും വില്യം തന്റെ തോക്കെടുത്ത് അവന്റെ ചെവിയിലേക്ക് വെടിവെക്കും. ജീവൻ വേണമെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് പറയാൻ വില്യം എഞ്ചിനീയറോട് ചോദിക്കുമ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ട്രൈബ്സിനെ ഉപയോഗിച്ച് വലിയൊരു ബ്രിഡ്ജ് ബോമയിൽ വലിയ കോട്ടകളും ഉണ്ടാക്കിയിട്ടുണ്ട്. 35,000 പേരെ അവർ അടിമകളാക്കി വെച്ചിട്ടുണ്ട് എന്നും ആലീസിനെയും ബോമയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നും എഞ്ചിനീയർ അവരോട് പറയും. അപ്പോഴേക്കും ടാർസൻ വീണ്ടും ആലീസിനെ ആദ്യം കണ്ടതിനെ പറ്റി ഓർക്കും. അങ്ങനെ ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ ടാർസനെ അന്വേഷിച്ച് ആലീസ് കാട്ടിന്റെ ഉള്ളിലേക്ക് വരും. എന്നാൽ കാടിനുള്ളിലേക്ക് വരുന്ന ആലീസ് ഒരു കൂട്ടം ഗൊറില്ലകളുടെ കണ്ണിൽ പെടുകയും അവർ ആലീസിനെ ആക്രമിക്കാനായി വരികയും ചെയ്യും. ഇത് കണ്ട് ടാർസൻ ഉടനെ അങ്ങോട്ടേക്ക് വന്ന് ആലീസിനെ രക്ഷിക്കും. എന്നാൽ ഗൊറില്ലകളുടെ ഇടിയെല്ലാം കൊണ്ട് ടാർസൻ തളർന്നിരുന്നു. ആലീസ് ടാർസനെയും എടുത്ത് കുംബ ട്രൈബൽസിന്റെ അടുത്ത് പോയി. എന്നാൽ അപ്പോഴേക്കും ടാർസനെ തിരക്കി ടാർസന്റെ അമ്മ ഗൊറില്ല അങ്ങോട്ടേക്ക് വന്നിരുന്നു. അവിടെ നിന്ന് പ്രസന്റിലേക്ക് വന്നാൽ ആലീസിനെയും കൊണ്ടുപോകുകയായിരുന്ന സാമിന്റെ ആൾക്കാർ പെട്ടെന്ന് ആലീസിന്റെ അടുത്തേക്ക് വന്ന് ആലീസിനെ ഫുഡ് കഴിക്കാനായി കൊണ്ടുപോകും. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഇംഗ്ലണ്ടിലെ ക്യൂൻ അല്ലേ എന്ന് പറഞ്ഞ് റാം അവൾക്ക് ഫുഡ് വിളമ്പി കൊടുക്കും. ഇതിനിടയിൽ ആലീസ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമെങ്കിലും റാം അത് തടയും. അതിനുശേഷം റാം ആലീസിനോട് ചോദിക്കും, എംബോഗ ട്രൈബൽ ചീഫ് എന്തിനാണ് നിന്റെ ഹസ്ബൻഡിനെ പിടിച്ചുകൊണ്ട് വന്നാൽ അവിടെയുള്ള ഡയമണ്ട് തരാമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ആലീസ് പറയും അയാളുടെ മകനെ ടാർസൻ കൊന്നുവെന്ന്. എന്നാൽ ഇതേ സമയം ടാർസൻ ട്രെയിനിലുണ്ടായിരുന്ന എല്ലാ അടിമകളെയും രക്ഷിച്ച ശേഷം നിങ്ങൾ ബോമയിലേക്ക് പൊക്കോളൂ, ഞാൻ ആലീസിനെ രക്ഷിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ടാർസനും വില്യമും അവിടെ നിന്ന് പോകും. അങ്ങനെ അവർ ഒരുപാട് ദൂരം നടന്ന് അവർ ഒരു കൂട്ടം ഗെറില്ലകളുടെ മുന്നിൽ പെടും. ടാർസൻ വില്യത്തോട് പറയും അവരെ ഒരിക്കലും വെടിവെക്കരുത്, വെടിവെച്ചാൽ അവർ നിന്നെ കൊല്ലുമെന്ന് പറയും. അതിനുശേഷം ടാർസനും ആ ഗൊറില്ലയുടെ നേതാവും തമ്മിൽ ഫൈറ്റ് ആകും. ആദ്യമൊക്കെ ടാർസൻ ഫൈറ്റ് ചെയ്ത് നിൽക്കുമെങ്കിലും അവസാനം ആ ഗെറില്ല ടാർസനെ അടിച്ചു വീഴ്ത്തും. അതിനുശേഷം വില്യത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ തറയിൽ കിടക്കുന്ന ടാർസൻ പറയും നീ അവന്റെ മുന്നിൽ മുട്ടുകുത്തിയാൽ മതിയെന്ന്. അങ്ങനെ വില്യം മുട്ടുകുത്തുമ്പോൾ ആ ഗെറില്ല അവിടെ നിന്ന് പോകും. എന്നാൽ ഇതേ സമയം റാം ആലീസിന്റെ സ്റ്റെപ്പ് ബ്രദറായ ആഫ്രിക്കക്കാരനെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കുമ്പോൾ ആലീസും ആ ബോട്ടിൽ നിന്ന് എടുത്തു ചാടി രക്ഷപ്പെടും. ഇത് അവരുടെ ഒരു പ്ലാൻ ആയിരുന്നു. അവർ രണ്ടുപേരും അവിടെ നിന്ന് നീന്തി കരയിലേക്ക് കയറും. അവിടെ നിന്ന് ഓടിയെത്തുന്ന ആലീസ് എത്തുന്നത് ടാർസനെ അറ്റാക്ക് ചെയ്യാൻ വന്ന ഗെറില്ലകളുടെ കൂട്ടത്തിലേക്കാണ്. എന്നാൽ ഗെറില്ലകളെ കണ്ടപ്പോൾ തന്നെ ആലീസ് മുട്ടുകുത്തും. അപ്പോഴേക്കും സാമും കൂട്ടരും അങ്ങോട്ടേക്ക് വന്നിരുന്നു. സാം മെല്ലെ ആലീസിന്റെ അടുത്ത് വന്ന് ഗെറില്ലയുടെ മുന്നിൽ മുട്ടുകുത്തിയ ശേഷം ആലീസിനെ പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ ദൂരെ നിന്ന് ആലീസിന്റെ ശബ്ദം ടാർസൻ കേട്ടിരുന്നു. ടാർസൻ ഉടനെ തന്നെ താഴേക്ക് എടുത്തു ചാടി. എന്നാൽ അപ്പോഴും ആലീസ് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടായിരുന്നു. ആലീസ് അവരോട് പറഞ്ഞു നിങ്ങൾ ആ ഗെറില്ലകളെ ഉപദ്രവിക്കരുതെന്ന്. എന്നാൽ അവർ ഓരോ ഗെറില്ലകളെയായി വെടിവെച്ച് കൊല്ലാൻ തുടങ്ങി. അപ്പോഴേക്കും ഗെറില്ല
ഗറില്ലകളുടെ നേതാവ് ഇങ്ങോട്ടേക്ക് ഓടി വന്നു. എന്നാൽ അപ്പോൾ അവിടെ എത്തിയ ടാർസൻ ആ ഗറില്ലയെ ഇടിച്ചു വീഴ്ത്തി അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതിനുശേഷം ടാർസനും ആ ഗറില്ലയുടെ നേതാവും കൂടി അവിടെ ഉണ്ടായിരുന്ന എല്ലാ പട്ടാളക്കാരെയും അടിച്ചോടിച്ചു. ബാക്കിയുണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ അവരെ കണ്ട് പേടിച്ചോടി. എന്നാൽ ആലീസിന്റെ പിന്നാലെ ഓടി വന്ന ടാർസൻ എംബൂഗ ചീഫിന്റെ കയ്യിൽ പെടും. ടാർസനെ കൊണ്ട് കൊടുത്തതിന് എംബൂഗ ചീഫ് അവർക്ക് വജ്രങ്ങൾ കൊടുക്കും. അതിനുശേഷം ആലീസിനെയും കൊണ്ട് അവിടെ നിന്ന് പോകാനായി എംബൂഗ ചീഫ് അവർക്ക് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ടാർസനും എംബൂഗ ചീഫും തമ്മിൽ അടിയാവുകയും ടാർസൻ അയാളെ അടിച്ച് തോൽപ്പിക്കുകയും ചെയ്യും. അപ്പോഴേക്കും തന്നെ കൊല്ലുന്നതിന് മുൻപായി നീ എന്തിനാണ് എന്റെ മകനെ കൊന്നതെന്ന് എംബൂഗ ചീഫ് ടാർസനോട് ചോദിക്കും. നിന്റെ മകനെ ഒരിക്കലും ഞാൻ മനഃപൂർവ്വം കൊന്നതല്ല. എനിക്ക് ഭക്ഷണവുമായി വരികയായിരുന്ന എന്റെ ഗൊറില്ല അമ്മയെ നിന്റെ മകൻ ഒളിച്ചിരുന്ന് അറ്റാക്ക് ചെയ്തു. അവർ എന്റെ കയ്യിൽ കിടന്നാണ് മരിച്ചത്. എന്റെ അമ്മയെ കൊന്ന ദേഷ്യത്തിലാണ് ഞാൻ നിന്റെ മകനെ കൊന്നതെന്ന് എംബൂഗ ചീഫിനോട് ടാർസൻ പറയും. എന്നിട്ട് നീ സഹായിച്ച ബെൽജിയംകാരനായ റാം നിന്നെ ചതിക്കുകയാണ്. അവൻ ഭൂമിയിൽ ഒരു ആർമി ഉണ്ടാക്കുകയാണ്. ആ ആർമി സെറ്റായി കഴിഞ്ഞാൽ അവൻ നിന്റെ ട്രൈബിലേക്ക് വന്ന് എല്ലാവരെയും കൊന്ന് ഇവിടെയുള്ള വജ്രങ്ങളെല്ലാം കൊണ്ടുപോകുമെന്ന് ട്രൈബൽ ചീഫിനോട് പറഞ്ഞ് മനസ്സിലാക്കും. എന്നാൽ അപ്പോഴേക്കും റാം ആലീസിനെയും കൊണ്ട് ഭൂമിയിലേക്ക് പോയിരുന്നു. എന്നാൽ ഭൂമിയിൽ വലിയൊരു സൈന്യത്തെ തന്നെ റാം ഒരുക്കിയിരുന്നു. അവരെ പ്രതിരോധിക്കാനായി വില്യത്തിന്റെ കയ്യിലെ ഒരു ഗണ്ണ് മാത്രം പോരായിരുന്നു. എന്നാൽ ടാർസൻ കാട്ടിലേക്ക് പോയി തന്റെ കൂട്ടുകാരായ എല്ലാ മൃഗങ്ങളെയും വിളിച്ചു കൊണ്ട് ഭൂമിയിലേക്ക് പോയി. അങ്ങനെ സിംഹവും മാനും കരടിയും എല്ലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ പട്ടാളക്കാരെയും ആക്രമിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ വള്ളിയിലൂടെ തൂങ്ങി വന്ന് ടാർസൻ ആലീസിനെ രക്ഷിക്കും. എന്നാൽ ഇതേ സമയം കപ്പലിൽ കയറി രക്ഷപ്പെടാൻ നോക്കിയ റാമിന്റെ ബോട്ടിനെ വില്യം കരയിലിരുന്ന് വെടിവെക്കും. എന്നാൽ അപ്പോഴേക്കും കപ്പലിലേക്ക് വരുന്ന ടാർസനെ പിറകിലൂടെ കുരുക്കിട്ട് റാം കൊല്ലാനായി ഒരുങ്ങും. എന്നാൽ ഇതേ സമയം ശബ്ദമുണ്ടാക്കി കരയിലുള്ള മുതലകളെയെല്ലാം ടാർസൻ അങ്ങോട്ടേക്ക് വിളിച്ചു. എന്നിട്ട് ടാർസൻ റാമിനെ തന്റെ കാലുകൊണ്ട് കുരുക്കി വീഴ്ത്തിയ ശേഷം വെള്ളത്തിലേക്ക് തള്ളിവിടും. അങ്ങോട്ടേക്ക് വന്ന മുതലകൾ അവനെ കടിച്ചു തിന്നും. ഇതെല്ലാം കണ്ട് പേടിച്ച് ബെൽജിയം ചീഫും കൂട്ടരും ആഫ്രിക്ക വിട്ടു പോകും. അപ്പോഴേക്കും ടാർസൻ ആലീസിന്റെ അടുത്ത് വന്ന് അവളെ കിസ് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം നാട്ടിലെത്തിയ വില്യം ആഫ്രിക്കയിൽ ബെൽജിയം നടത്തിയ ക്രൂരതകളെല്ലാം പുറം ലോകത്തെ അറിയിക്കും. ഇതെല്ലാം കഴിഞ്ഞ് 1 വർഷങ്ങൾക്ക് ശേഷം ടാർസനും ആലീസിനും ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. അങ്ങനെ ആലീസും ടാർസനും കുഞ്ഞും സുഖമായി ആഫ്രിക്കയിൽ ജീവിക്കുകയാണ്. ഈ ഒരു സീനോടുകൂടി ഈ സിനിമയുടെ അവസാനിക്കുകയായി. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.